പല അസുഖങ്ങളും നമ്മൾ മാറാ വ്യാധികളൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിനെ അഭിഷേകം ചെയ്ത് താമരപ്പൂ കൊണ്ട് അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ ഈ ധന്വന്തരമൂർത്തിയുടെ അഭിഷേകം, തേനഭിഷേകം, അഷ്ടാഭിഷേകം നടത്തുന്നുണ്ട്. ഈ അഭിഷേകതകൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മഹാവ്യാധികൾ മാറിയതായിട്ട് ഇവിടെ വന്ന് അടുത്ത കാലത്ത് തന്നെ ഈ അത്ഭുതം വന്ന് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന കാലത്ത് 21 ദിവസം ഇവിടെ വന്ന് ഉപവാസം ചെയ്ത് ധന്വന്തരി അർച്ചനകളും അതുപോലെ തന്നെ താമര അർച്ചനകളും തേനാഭിഷേകം ചെയ്ത് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ആ അസുഖം വളരെ പൂർണ്ണമായിട്ടും ഭേദമായി. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ് ഞാനെന്നുള്ളത്. നമ്മുടെ വടക്കന്തറ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ. അത് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ ധന്വന്തരിക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ഒരുപാട് ആളുകൾ അസുഖം മാറാനും കാര്യങ്ങളൊക്കെ കേട്ട് വിദേശത്തുനിന്ന് പോലും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണത്. ഒരു വലിയ ക്ഷേത്രം. അതിന്റെ മൊത്തം കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ മേൽശാന്തി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ ഈ വീഡിയോ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ ഇനിയും അറിയപ്പെടാത്ത ആളുകളിലേക്ക് എത്തിച്ചേരട്ടെ. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക. നമുക്ക് തിരുമേനിയുടെ കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ഇതാണ് ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നഗരത്തിനടുത്ത് തന്നെ വടക്കന്തറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുപുരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ത്രിലോക സംരക്ഷകനും കാരുണ്യമൂർത്തിയുമായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും വൃക്ഷമൂലവാസിനിയും കരുണാമയിയും ശക്തി സ്വരൂപിണിയുമായ ശ്രീ തിരുപുരായ്ക്കൽ ഭഗവതിയുടെയും പൂർണ്ണ ചൈതന്യം കുടികൊള്ളുന്ന വടക്കന്തറ ദേശം ഈ ആരാധനാമൂർത്തികളുടെ ക്ഷേത്രങ്ങളാൽ ഭാരതമാകെ പ്രസിദ്ധമാണ്. ഈ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ അതിപുരാതനമായ ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രം ഏകദേശം 600 വർഷം മുമ്പ് രാമപുരം വാരിയത്ത് കാരണവന്മാരാൽ നിർമ്മിതമായതെന്നാണ് ഐതിഹ്യം. ഷടാധാര പ്രതിഷ്ഠയോടുകൂടിയ കേരളത്തിലെ അപൂർവം മഹാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ചതുർബാഹുക്കളോടുകൂടിയ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. കൂടാതെ ഉപദേവന്മാരായി ഗണപതി, ധന്വന്തരമൂർത്തി പ്രതിഷ്ഠകളും പ്രദക്ഷിണ വഴിയിൽ ബ്രഹ്മരക്ഷസിൻ്റെയും നാഗങ്ങളുടെയും പ്രതിഷ്ഠയുമുണ്ട്. ധന്വന്തരമൂർത്തി ഇവിടുത്തെ ഒരു പ്രധാന ഉപദേവനായതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് പോലും നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ധന്വന്തരമൂർത്തിക്ക് അഭിഷേകാർച്ചന നടത്തിയാൽ ഏത് രോഗവും മാറും എന്നാണ് വിശ്വാസം. മംഗലത്തിൻ്റെ ശ്രീ എം ഇ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഫാദർ വന്നിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ 36 വർഷം ശാന്തി അയച്ച വിഷ്ണു നമ്പൂതിരിയുടെ മകനാണ് ഞാൻ. ഇവിടെ പുരാതനമായിട്ട് ഈ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീരാമപുരം ദേശം എന്ന് അറിയപ്പെടുന്നു. ശ്രീരാമപുരത്തപ്പൻ എന്നാണ് ഈ ഭഗവാനെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ മഹത്വം 2 യുഗങ്ങളുണ്ടല്ലോ. ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെ കാലത്ത്, ശ്രീരാമസ്വാമി വനവാസ കാലത്ത് സീതാദേവിയെ തേടി പോകുന്ന സമയത്ത് ഈ വടക്കന്തറ ദേശത്ത് രാമപുരം ദേശം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്ന് ശ്രീരാമസ്വാമി വന്നിട്ട് ഇവിടെ ഭൂലോകനാഥനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ശില കാണുകയും അത് അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥലത്തിന് വടക്കന്തറ ദേശം പിന്നീടാ വന്നത്. ശ്രീരാമപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു. ഇവിടുത്തെ ഒരു വാര്യത്തെ അവര് പണ്ട് ഉപവാസിച്ചിരിക്കുന്ന ധന്വന്തരമൂർത്തിയെ അവര് പിന്നീട് നമ്മുടെ ഭഗവാന്റെ കയ്യിലേക്ക് സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് സമർപ്പിക്കുകയും ശ്രീരാമപുരത്ത് അപ്പന്റെ ഉപദേവനായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വളരെ മഹത്വമായിട്ടുള്ള ധന്വന്തരിയുടെ ആവാഹനം ചെയ്ത് പൂജ നടത്തുന്നുണ്ട്. രോഗമുക്തി ഉണ്ടാവാൻ ഇതുപോലെ ഒരു മഹാക്ഷേത്രങ്ങൾ വളരെ അപൂർവം. നാവാമുകുന്ദ ക്ഷേത്രം അതുപോലെ ധന്വന്തരി ക്ഷേത്രം ഉണ്ടെങ്കിൽ കൂടി ഈ പാലക്കാട് ദേശത്തെ ഏറ്റവും മഹത്തായിട്ടുള്ള ക്ഷേത്രമാണ് ഈ ധന്വന്തരി ക്ഷേത്രം. ഈ ശ്രീരാമത്തപ്പന്റെ കൂടെ ഉപവാസമായി ചെയ്ത് ഇരിക്കുന്ന ധന്വന്തരമൂർത്തി. അസുഖങ്ങൾ, ആദിവ്യാധികൾ, മഹാവ്യാധികൾ വരുമ്പോൾ
ഈ കലിയുഗത്തില് നമുക്ക് പല അസുഖങ്ങളും മാറാ വ്യാധികളൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിനെ അഭിഷേകം ചെയ്ത് താമരപ്പൂ കൊണ്ട് അർച്ചന ചെയ്തു കഴിഞ്ഞാൽ ഈ ദരിദ്രമൂർത്തിയുടെ അഭിഷേകം, തേനഭിഷേകം, അഷ്ടാഭിഷേകം നടത്തുന്നുണ്ട്. ഈ അഭിഷേകതകൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മഹാവ്യാധികൾ മാറിയതായിട്ട് ഇവിടെ വന്ന് അടുത്ത കാലത്ത് തന്നെ ഈ രക്ത അത്ഭുതം വന്ന് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന കാലത്ത് 21 ദിവസം ഇവിടെ വന്ന് ഉപവാസം ചെയ്ത് ധന്വന്തരി അർച്ചനകളും അതുപോലെ തന്നെ താമര അർച്ചനകളും തേനാഭിഷേകം ചെയ്ത് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ആ അസുഖം വളരെ പൂർണ്ണമായിട്ടും ഭേദമായി. അത് നമ്മുടെ ഇന്നത്തെ പേപ്പറുകളിലൊക്കെ അത് വന്നതുമാണ്. അതുകൊണ്ട് ഈ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീരാമസ്വാമി പ്രതിഷ്ഠ നടത്തുകൊണ്ട് ശ്രീരാമോപദേശം എന്ന് അറിയപ്പെടുന്നുമുണ്ട്. ഇവിടെ ഉപദേവന്മായിട്ട് ഗണപതി, അയ്യപ്പൻ, അതുപോലെ തന്നെ നാഗരാജാവ്, ബ്രഹ്മരക്ഷസ് ഇവിടെ കുടിവെച്ച് ആരാധിക്കുന്നു. 1972 ഇവിടെ കുംഭാഭിഷേകം ചെയ്തു. 84 ഈ വർഷം 2025 26 മാർച്ച് 26 മുതൽ ഏപ്രിൽ 2 വരെ മഹാകുംഭാഭിഷേകം നവീകരണ കലശത്തോടുകൂടി നടത്തപ്പെട്ടു. അതിനുശേഷം ഈ ഈശ്വര ചൈതന്യം വളരെയധികം വർദ്ധിക്കപ്പെടുകയും സാമൂഹ്യ ജനങ്ങൾക്ക് വളരെ രോഗനിവൃത്തി, മനസമാധാനം, സന്തോഷം, സ്നേഹം, വാത്സല്യം, മമത തുടങ്ങിയിട്ടുള്ള മാനുഷ്യ മൂല്യങ്ങൾ വർദ്ധിക്കാൻ തീർച്ചയായിട്ടും ഇതൊരു ഉപോത്ഭവമായിട്ടുണ്ട്. ഈ ദേശത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു കഴിഞ്ഞ കൊറോണ കാലത്തും, അതുപോലെ തന്നെ അതിനുശേഷവും വളരെ ദാരിദ്ര്യ ബുദ്ധിമുട്ടുകൾ. അതിനുശേഷം ഭഗവാൻ എല്ലാവരും വന്ന് ഉപവാസിച്ചിട്ട് ഇവിടെ കുംഭാഭിഷേകം നവീകരണം നടത്താം എന്ന് ഇവിടുത്തെ ദേശക്കാരും എല്ലാം ചെയ്ത് സുധീർജിയുടെ ആഭിമുഖ്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാവരും ചേർന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ നവീകരണം ഈ കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി പുനരുദ്ധീകരണം കഴിഞ്ഞു, നവീകരണം കഴിഞ്ഞു. അതിനുശേഷം വളരെയധികം മാറ്റങ്ങൾ ഈ ദേശക്കാർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കുറെ വ്യാധികൾ മാറിയിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അലച്ചിലുകളും മാറിയിട്ടുണ്ട്. വന്ന് പ്രാർത്ഥിച്ച് തുളസിമാല നടത്തി സ്വയംവരാർച്ചനകൾ ചെയ്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ വെച്ചിട്ട് തന്നെ വിവാഹം നടത്താറുണ്ട്. അതുപോലെ തന്നെ അസുഖങ്ങൾ വന്ന ദരിദ്രമൂർത്തിക്ക് അഭിഷേകാർച്ചന, അതുപോലെ തന്നെ സ്ഥലദോഷങ്ങൾക്ക് ബ്രഹ്മരക്ഷസിന് ഇവിടെ വളരെ വൃത്തിയായിട്ടും ദേശക്കാരും എല്ലാവരും കൂടെ ചേർന്ന് വർഷപൂജകൾ ബ്രഹ്മരക്ഷസിന് ദിവസവും നിത്യം ബ്രഹ്മരക്ഷസിന് ഇവിടെ. അപ്പോൾ ദേശരക്ഷസായിട്ട് സ്ഥലദോഷങ്ങൾ, സ്ഥലം വിൽക്കുന്നില്ല, അങ്ങനെ വളരെ വിഷമപ്പെട്ട്, അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു 6 അടി മണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബ്രഹ്മരക്ഷസിന് വന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകൾ, അർച്ചനകൾ ചെയ്ത് പോയി. അവർ വീടെത്തുന്ന മുമ്പ് തന്നെ അവരെ അന്വേഷിച്ചുകൊണ്ട് സ്ഥലത്തിലെ ആൾക്കാർ എത്തിപ്പെട്ടു. ഈ അടുത്ത കാലത്ത് അതിനോട് ഒരു രാഘവൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്ഥലം മണ്ണാർക്കാട് വിൽക്കാണ്ട് വളരെ വിഷമപ്പെട്ടു. അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ബ്രഹ്മരക്ഷസിന് വഴിപാട് ചെയ്ത് ആ പുഷ്പാഞ്ജലി അർച്ചന, അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസ പായസം ചെയ്ത് ദേശക്കാർക്ക് കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ആ സ്ഥലം, മണ്ണാർക്കാടുള്ള സ്ഥലം അന്ന് വന്ന ഉടനെ തന്നെ അഡ്വാൻസുമായിട്ട് വന്ന് അവർ വൈകുന്നേരം തന്നെ അത് വിൽക്കപ്പെട്ടു. അതൊരു വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അവര് വന്ന് വിദ്യാരാജഗോപാല അർച്ചന ഇവിടെ ചെയ്യുന്നുണ്ട്. ഭാഗ്യം കിട്ടുന്നില്ല. കുറെ കാലം ജോലി എടുത്തു, ഒരു തരത്തിലുള്ള വരുമാനമില്ല. അവർ പല ക്ഷേത്രങ്ങളിൽ, പല ആരാധനാ ക്ഷേത്രങ്ങളിൽ പല ആചാരങ്ങളും ചെയ്തു വന്നു. ഇവിടെ വന്ന് ഭാഗ്യസൂക്ത അർച്ചന, സമ്മോഹന സൂക്ത അർച്ചന, കാർത്തിവിരാജന അർച്ചന, അതുപോലെ സ്ഥലം നഷ്ടപ്പെട്ടു, അല്ലെങ്കിലോ സാധനം നഷ്ടപ്പെട്ടു, സ്വർണം നഷ്ടപ്പെട്ടു വഴിയിൽ, അങ്ങനെ പറഞ്ഞ് എല്ലാവരും വന്ന് കരഞ്ഞ് അപ്പോൾ തന്നെ ഇവിടെ കാർത്തിവിരാജന അർച്ചന, അത് നമ്മുടെ ഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ അർജുനോട് സ്വത്തൊക്കെ കിട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ കാർത്തവീരാർജന അർച്ചനകൾ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേ അർച്ചന കാർത്തവീരാർജന മഹാവിഷ്ണു അർച്ചന എന്ന് പറഞ്ഞിട്ട് ഇവിടെ വളരെ വിശേഷമായി ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് സ്വത്ത് മുതലായാലും, സ്വർണ്ണമായാലും, അതുപോലെ തന്നെ പൈസ കൊടുത്തു, കടം കൊടുത്തു, കിട്ടുന്നില്ല, അവർ വന്ന് വിഷമപ്പെട്ട് പറയുമ്പോൾ ഈ കാർത്തവീരാർജന അർച്ചന 7 ദിവസം ചെയ്തു വരുമ്പോഴേക്കും അവര് അതിനുള്ള ഉത്തരം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പകുതി സ്വത്ത് കിട്ടിക്കഴിഞ്ഞു, അതുപോലെ തന്നെ മുതല് കിട്ടുന്നില്ല, അതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്ത് കിട്ടുന്നില്ല എന്ന് വിഷമപ്പെട്ട് വന്ന് പറയാറുണ്ട്. അപ്പൊ ഈ കാർത്തവീരാർജന സമ്മോഹനാർച്ചന അവർ 21 ദിവസം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ മൊത്തമായിട്ടുള്ള സ്ഥലം അവർക്ക് പാർട്ടീഷൻ ചെയ്ത് കിട്ടുന്നു. അപ്പൊ ഈ ക്ഷേത്രം എന്ന് പറയുന്ന മഹാവിഷ്ണു ശ്രീരാമപുരം ക്ഷേത്രം എല്ലാ കാര്യങ്ങൾക്കും, മനുഷ്യന്റെ സർവ്വതോമുഖവും സർവ്വതോപദ്രവ വ്യക്തികളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അത് പ്രായോഗികമായിട്ട് അവർക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. അത് നന്നായി ഒരാൾ PSC എഴുതുന്നു, മനോജ് എന്ന് പറഞ്ഞ അദ്ദേഹം വന്ന് 8 വർഷമായി PSC എഴുതുന്നു.
ഇത് 8 വർഷമായി കാത്തു നിന്നു, കിട്ടിയില്ല. ഇവിടെ വന്ന് രാജഗോപാലാർച്ചന 7 ദിവസം പ്രാർത്ഥിച്ച് നേരിട്ട് വന്ന് അദ്ദേഹം രാജഗോപാലാർച്ചന ചെയ്തു പോയി. അപ്പൊ തന്നെ 7 സ്ഥലത്തു നിന്ന് അദ്ദേഹം എഴുതി കഴിഞ്ഞ പഴയ പരീക്ഷയിൽ അഡ്വൈസ് മെമ്മോ വന്നു. അദ്ദേഹം ഇപ്പോൾ റവന്യൂ റിപ്പയറിലേക്ക് ചേരുകയും ചെയ്തു. ഇതുപോലെ തന്നെ രോഗങ്ങൾ, അസുഖങ്ങൾ, ആദിവ്യാധികൾ, വിവാഹം, അതുപോലെ തന്നെ വിവാഹം കഴിച്ചു, ഡൈവേഴ്സ് വന്നു. പിന്നെ ഒരു തരത്തിലും രണ്ടാമത് വിവാഹം നടക്കുന്നില്ല. അവരോടൊന്ന് തുളസിമാല ജപിച്ചു പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. അവർക്ക് അടുത്ത ആഴ്ച തന്നെ വെളിനാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ വിവാഹം അവർക്ക് വന്നു ചേർന്നു. അതുപോലെ തന്നെ മാനസിക വിഷമങ്ങള്, സമ്മർദ്ദങ്ങള്, ജീവിതത്തിൽ നൈരാശ്യത്തിലും എന്ന് എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വരുന്നവര് വന്നു. അവരിവിടെ വന്ന് 7 ദിവസത്തെ ഉപവാസം ചെയ്തു. അതുപോലെ തന്നെ ഭഗവാന് അതുപോലെ അഭിഷേകം അർച്ചന ചെയ്തു, നിറമാല പൂജ അവർ ചെയ്തു. അതിനുശേഷം അവർക്ക് മാനസിക വിഷമങ്ങൾ മാറി. ഉടനെ തന്നെ അവർക്ക് ജീവിതത്തിൽ അവർക്ക് മുടങ്ങിക്കഴിഞ്ഞ ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് തുടരാൻ സാധിച്ചു. തന്നെ കാല് മുടന്തുപോലെ വന്നു. അവർക്ക് അസുഖം, കാല് പൊക്കാൻ വയ്യ, നരമ്പ് കട്ടായി നിൽക്കുന്നു. അതുകൊണ്ട് ഉടനെ ചികിത്സ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ ഉയർന്ന മെഡിക്കൽ ഉടനെ തന്നെ ഇവിടെ വന്ന് 7 ദിവസം ഇവിടെ ആടിയ എണ്ണയുണ്ട്. ധന്വന്തരിമൂർത്തിക്ക് ആടിയ എണ്ണ ഉണ്ടായിരുന്നു. 3 ദിവസം കൊണ്ട് തടകിച്ചു. 3-ാമത്തെ ദിവസം പൂർണ്ണമായിട്ടും ആ നരമ്പുകൾക്കുള്ള അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. തന്നെ മഞ്ഞപ്പൊടി, ഇപ്പൊ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് നമുക്കറിയാം ആന്റിബയോട്ടിക് ആയിട്ടാണ്. അത് നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തരം മഹാവ്യാധികൾ ഉണ്ടെങ്കിലും ഈ നാഗരാജാവിനെ പൂജിക്കുന്ന സമയത്ത് ആ അസുഖങ്ങൾ നിർബന്ധമായിട്ട് മാറിയിരിക്കും. ഒരു വർഷത്തെ ഉപവാസം ചെയ്തുകൊണ്ട് ഈ നാഗരാജാവിനെ പ്രാർത്ഥിച്ചു. അവർക്ക് കുറെ കാലമായിട്ട് അബോഷം ചെയ്തു വരികയായിരുന്നു. അതെല്ലാം മാറി ഇപ്പൊ സൽപുത്രനായിട്ട് വന്നു. ഇവിടെ നിന്ന് തന്നെയാണ് ഭഗവാന്റെ അടുത്ത് തന്നെയാണ് ചോറൂണ് അവർക്ക് നൽകപ്പെട്ടത്. തന്നെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് സ്വന്തം സ്വത്തുകൾ നഷ്ടപ്പെട്ടു. വേറെ ആള് ഒപ്പിട്ടെടുത്തു. അത് വസിയത്ത് പോലെ ഒപ്പിട്ടെടുത്ത് അത് തട്ടിപ്പറിച്ചെടുത്തു. അദ്ദേഹം ഇവിടെ വന്ന് ഭഗവാനെ ഉപവാസിച്ചു. 7 ദിവസം ഇവിടെ വന്ന് ഉപവാസിച്ചു. 11-ാമത്തെ ദിവസം അദ്ദേഹം ഒരു വക്കീലിനെ കണ്ടു. അദ്ദേഹം വളരെ ക്ലിയറാക്കി എല്ലാം ഒരു പ്രശ്നമില്ലാണ്ട് 1 മാസം കൊണ്ട് അദ്ദേഹത്തിന് ആ സ്വത്തുകൾ തിരികെ കിട്ടി. വസിയത്ത് എഴുതി വെച്ച വസിയത്ത് നഷ്ടപ്പെട്ടു പോയി. അതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അതും ഈ ഭഗവാന്റെ, ഈ രാമവർത്തപ്പന്റെ, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ തന്നെ ഗണപതിക്ക് വിഘ്നങ്ങൾ നീങ്ങുന്നു, തടസ്സങ്ങൾ, ബസ്സുകൾ നമ്മുടെ നഗര ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്നു. അദ്ദേഹം കല്ലേപ്പുള്ളി നിവാസിയാണ്. അദ്ദേഹത്തിന്റെ ബസ്സുകളെല്ലാം തടസ്സങ്ങൾ വരുന്നു, ബസ്സുകളൊക്കെ തടസ്സം വരുന്നു. അത് അദ്ദേഹം വന്നു വളരെ വിഷമുണ്ട്. ഇവിടുത്തെ വിഘ്നേശ്വരന് ഒറ്റപ്പ നിവേദ്യം വളരെ പ്രധാനമാണ്. ആ ഒറ്റപ്പ നിവേദ്യവും പൂജിച്ചു. 7 ദിവസത്തെ അഭിഷേക അർച്ചന ചെയ്തു. അദ്ദേഹത്തിന്റെ ബസ്സുകൾ ഇന്നും വളരെ വൃത്തിയായിട്ടും പാലക്കാട് ദേശത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് യാതൊരു നഷ്ടവും ആ ബസ്, ഈ കാലത്ത് ബസ് ഓട്ടം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണെങ്കിലും എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി അദ്ദേഹം ഇപ്പോഴും 3 ബസ്സുകൾ വന്നു. അത് ഇവിടെ നിന്ന് പൂജിച്ചു കൊണ്ടു. വളരെ അപൂർവങ്ങളിൽ മഹാക്ഷേത്രങ്ങൾ മാത്രമേ നവകാഭിഷേകം നടത്തി വരുന്നു. അത് നമ്മുടെ ഈ മഹാക്ഷേത്രം നടത്തി വരുന്നുണ്ട്. നിത്യവും നവകാഭിഷേകം നടത്തി വരുന്നുണ്ട്. പ്രസാദ വിതരണങ്ങൾ നടത്തുന്നുണ്ട്. ബ്രഹ്മരക്ഷസന, ഇതെല്ലാം നമുക്ക് ഈ ക്ഷേത്രങ്ങൾ നടത്തി വരുന്നുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രം, ശ്രീരാമവർത്തപ്പന് എല്ലാവരും വന്ന് ഉപവാസിക്കുക. ദേശങ്ങളും എല്ലാവർക്കും കഴിയുന്നത്ര ദേശവാസികളും മറ്റുള്ളവരും വന്ന് ഈ ഭഗവാൻ ഉപവസിക്കുക. നമോ നമ നാരായണ.